ടെലിവിഷൻ ചർച്ചകളിലെ ഇടതുമുഖം, സൈബർ ലോകത്ത് CPIM-നെ അങ്ങേയറ്റം സംരക്ഷിക്കുന്ന കൊച്ചു കടന്നൽ, ഇതൊക്കെയായിരുന്നു ഇതുവരെ റെജി ലൂക്കോസിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ. എന്നാൽ ഇന്ന് രാവിലെ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികരിൽ നിന്ന് സംഘ സഹയാത്രികരിലേക്ക് മാറി. ദ്രവിച്ച ആശയങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും ഇനി BJP-യുടെ ശബ്ദമായി മാറുന്നു എന്നുമാണ് റെജി ലൂക്കോസിന്റെ നിലപാട്. റെജി ലൂക്കോസിന് പാർട്ടിയുമായി ബന്ധമില്ല എന്നാണ് CPIM-ന്റെ ഇതിനുശേഷമുള്ള വിശദീകരണം. റെജി ലൂക്കോസിനെ ഇടത് സഹയാത്രികനായി പിടിച്ചിരുത്തിയത് ചാനലുകളാണെന്നും CPIM ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും തലേ ദിവസം വരെ BJP-യെ കുറ്റം പറഞ്ഞ, അങ്ങേയറ്റം പരിഹസിച്ച ഒരാൾ ഇരുട്ടി വെളുക്കുമ്പോൾ BJP പാളയത്തിൽ എത്തിയിരിക്കുന്നു. കാണാം RDX റാപ്പ്. CPIM സഹയാത്രികനും ടെലിവിഷൻ ചർച്ചകളിലെ ഇടത് സാന്നിധ്യവുമായ റെജി ലൂക്കോസ് BJP ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് റെജി ലൂക്കോസിനെ സ്വീകരിച്ചു. BJP-യിലെത്തിയ റെജി ലൂക്കോസ് ഗുരുതരമായ ആരോപണങ്ങളാണ് CPIM-നെതിരെ ഉന്നയിച്ചത്. വർഗീയ വിഭജനത്തിനുള്ള ഇടതുപക്ഷ വ്യതിയാനം ദുഃഖിപ്പിച്ചു. ഇനി മുതൽ BJP-യുടെ ശബ്ദമായി മാറും. കേരളം ഇനി BJP-ക്ക് വേണ്ടിയുള്ളതാണെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. 2026 നാടിന്റെ ഭാവിക്ക് വേണ്ടിയാകട്ടെയെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പുതിയ ഭാവിക്ക് വേണ്ടി തീരുമാനമെടുക്കട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. റെജി ലൂക്കോസ് CPIM അല്ലെന്നും പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്നുമാണ് CPIM-ന്റെ നിലപാട്. മാധ്യമങ്ങളാണ് റെജി ലൂക്കോസിന് ഇടത് സഹയാത്രികനാക്കിയതെന്ന വിമർശനവും CPIM ഉന്നയിച്ചു. എന്നാൽ CPIM വാദങ്ങളെല്ലാം റെജി ലൂക്കോസ് തള്ളി. തനിക്ക് CPIM അംഗത്വമുണ്ടെന്ന് റെജി ലൂക്കോസ് പറയുന്നു. പാർട്ടിയിൽ ഭാരവാഹിത്വങ്ങളൊന്നും ഏറ്റെടുത്തിരുന്നില്ല എന്നാണ് വിശദീകരണം. CPIM-ന് വേണ്ടി ചാനൽ ചർച്ചകളിൽ ഉറച്ച ശബ്ദത്തിൽ വാദിച്ചിരുന്ന നിരീക്ഷകന്റെ അപ്രതീക്ഷിത രാഷ്ട്രീയ മാറ്റമാണ് സോഷ്യൽ മീഡിയയിലും പ്രധാന ചർച്ച. RDX റാപ്പ്, ന്യൂസ് മലയാളം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായി ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് ഒരു വൃദ്ധസദനമായി മാറുമെന്നാണ് റെജി ലൂക്കോസ് പറയുന്നത്. കേരളത്തിൽ വികസനമില്ല എന്ന് പറയുന്നില്ല. നിർഭാഗ്യവശാൽ CPIM കുറച്ചു മാസങ്ങളായി നടത്തിവരുന്നത് വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്നും റെജി ലൂക്കോസ് ഇന്ന് ആരോപിച്ചു. അത് BJP പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിനെ നയിക്കുന്ന BJP-യുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. അങ്ങനെ എന്നെ BJP-യിലേക്ക് ക്ഷണിച്ചു. എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി, ഷാളിട്ട് അണിയിച്ചു. ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് ഇടത് സഹയാത്രികന്മാർ പലരും ഉണ്ടാകുമെന്നും റെജി ലൂക്കോസ് പാർട്ടി അംഗമല്ല എന്നും മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. വർഗീയത ചെറുക്കാൻ എന്ന പേരിൽ വർഗീയ കൂടാരത്തിൽ പോയി ചേക്കേറുകയാണ് റെജി ചെയ്തതെന്ന് മന്ത്രി VN വാസവൻ ഇന്ന് പറഞ്ഞു. അയാളെ മാറ്റവും പറഞ്ഞതല്ല. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലെ മെമ്പറോ ഒന്നും അല്ലല്ലോ ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്നയാൾ. വർഗീയ ചേരികളെ എതിർക്കാൻ സെക്യുലറായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും വലിയ വർഗീയതയോടുകൂടെ കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് വരിക. ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് രാജ്യത്ത് തത്വത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പാർട്ടി BJP-യും RSS-ഉമാണ്. അത് ഒരു സെക്യുലർ വീക്ഷണമുള്ള ഒരാൾക്ക് അത് നടപ്പാക്കാൻ വേണ്ടി ഒരു പാർട്ടിയിൽ ചേരുന്ന പറയുമ്പോൾ അത്തരൊരു പാർട്ടിയിൽ ചേരുമ്പോൾ അതിൻ്റെ യുക്തി എത്രയായാലും നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഔചിത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ വിശദാംശങ്ങൾ. നമുക്ക് ഡാറ്റയിൽ പ്രത്യേകിച്ച് പരിശോധിക്കാറൊന്നുമില്ല. റെജി ലൂക്കോസിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് റെജി ലൂക്കോസ് എന്ന് ചോദിച്ചാൽ TV ചർച്ചകൾ കാണുന്ന ആളുകൾക്കറിയാം. ടെലിവിഷൻ ചർച്ചകളിൽ ഇടത് സഹയാത്രികൻ എന്ന ലേബലിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു റെജി ലൂക്കോസ്. കഴിഞ്ഞ ദിവസം വരെയും ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ ചർച്ചയ്ക്കെത്തിയിരുന്നു ടെലിവിഷൻ ചാനലിൽ. ഇന്നലെ വരെയും BJP-ക്കും കോൺഗ്രസിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. രാജീവ് ചന്ദ്രശേഖരനെ തട്ടിപ്പുകാരൻ എന്നടക്കം വിളിച്ച വീഡിയോകൾ ഇപ്പോൾ അദ്ദേഹം BJP-യിൽ ചേർന്നപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇതോടൊപ്പം ചേർന്ന മറ്റൊരു വാർത്ത, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കറിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് CPIM. അതിങ്ങനെയാണ്: നടപടി വെള്ളാപ്പള്ളി വിഷയത്തിൽ ചാനൽ ചർച്ചകളിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇടത് നിരീക്ഷകൻ ലേബലിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം പ്രതികരിക്കരുത് എന്ന് ഹസ്കറിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടാണ് താൻ പറഞ്ഞത് എന്നാണ് ഹസ്കറിൻ്റെ ഇക്കാര്യത്തിലെ ന്യായീകരണം. എന്തായാലും പാർട്ടി അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. റെജി ലൂക്കോസിൻ്റെ കാര്യത്തിൽ ഇതിൽ കൂടുതൽ വിശദാംശങ്ങളില്ല. ഇന്നലെ അദ്ദേഹം ഒരു ചാനലിൻ്റെ ചർച്ചയിലിരുന്ന് ഘോരം BJP-യും കോൺഗ്രസിനെയൊക്കെ CPM-ന് വേണ്ടിയിട്ട് വിമർശിച്ച ശേഷമാണ് ഇന്ന് രാവിലെ വന്നിട്ട് അദ്ദേഹം ഈ കാര്യം ദ്രവിച്ചുപോയി, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം BJP-യിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇന്നലെ ഏതോ ഒരു സ്വപ്നം അദ്ദേഹത്തെ വല്ലാതെ വലച്ചിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ അദ്ദേഹം പെട്ടെന്ന് ഈ തീരുമാനമെടുത്തത്. കാരണം
അദ്ദേഹം സുബോധത്തോടെ ഇരുന്ന ആ സമയത്തൊന്നും തോന്നാത്ത ഒരു കാര്യം പെട്ടെന്ന് രാത്രിയിൽ തോന്നണമെങ്കിൽ, അദ്ദേഹം ഉറക്കത്തിൽ തോന്നണമെങ്കിൽ അത് തന്നെയായിരിക്കും കാരണം. എന്തായാലും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നിലപാട് മാറിയിരിക്കുന്നു എന്നൊന്നും തൽക്കാലം പറയാൻ ഞാനില്ല. കാരണം അദ്ദേഹത്തിൽ ഒരു ചായ്വ്, ഒരു 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 അരക്കാസ നമ്മൾ പലപ്പോഴും നിരീക്ഷിച്ചിരുന്നു എന്നുള്ളത് അത് സത്യമായി പറയണമല്ലോ, പലപ്പോഴും തോന്നിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത സഞ്ചാരം എന്ന് മാത്രമേ അതിനെ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് ഒരു കാലത്തും നമ്മൾ റെജി ലൂക്കോസിനെ കണ്ടിട്ടില്ല. മാത്രമല്ല, ഈ നിരീക്ഷകൻ എന്നുള്ള ഒരു പദവി CPIM-ൻ്റെ റാങ്ക് മറ്റേ ഇതിൽ ഫയലിലൊന്നും ഒരിടത്തും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. CPM-ൽ ഒരു പദവി അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിരീക്ഷകൻ എന്നൊരു പദവിയോ സ്ഥാനപ്പേരോ ഒന്നും ഇല്ല. അവിടെ പാർട്ടി സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം, ജില്ലാ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം, ലോക്കൽ സെക്രട്ടറി, പാർട്ടി മെമ്പർമാർ എന്നൊക്കെയുള്ള ഇതാ ഉള്ളത്. ഇതെപ്പോഴും എന്താ സംഭവിക്കുന്നത് സനീഷേ? ഇത് മാധ്യമങ്ങൾ ആണ് ഈ ഒരു പദവി കൊടുക്കുക. അതായത് ഇപ്പോൾ സ്വാഭാവികമായും പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഈ ഇടതുമുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം സജീവമായി രംഗത്ത് വന്ന ഒത്തിരി പേരുണ്ട് നിരീക്ഷകരായുള്ളവർ. അത് പലപ്പോഴും സംഭവിക്കുന്നത് CPIM-ഓ അല്ലെങ്കിൽ ഇടതു പാർട്ടികളോ സർക്കാരിൻ്റെ പ്രതിനിധികളോ ഒന്നും പലപ്പോഴും പല വിഷയങ്ങളിലും ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാവാറില്ല. ആ സമയത്ത് കണ്ടെത്തുന്ന ആളുകളെ നിരീക്ഷകർ എന്ന ലേബലൊട്ടിച്ച് അവതരിപ്പിക്കുകയാണ് പതിവ്. പല അവതാരകരെ പാർട്ടി ബഹിഷ്കരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാൽ പിന്നെ പകരം ഒരു നിരീക്ഷകൻ ഇരിക്കട്ടെ എന്ന മട്ടിൽ ഒരു നിരീക്ഷകനെ കൊണ്ടുവരും. അതൊരു സാധ്യതയാണ്. ഇപ്പോൾ പല ആളുകളും ആ നിലയ്ക്ക് വളരെ നന്നായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ വന്നിട്ടുണ്ട് ആ നിലയ്ക്ക് ചർച്ചകളിലൂടെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പാർട്ടി മാറിയതിന് ശേഷം ഈ റെജി ലൂക്കോസിൻ്റെ കാര്യം എടുത്താൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു അങ്ങനെ ആഴത്തിലുള്ള വിശകലനങ്ങളോ ആ നിലയ്ക്കുള്ള നിലപാടുകളോ ഒന്നും ചർച്ചകളുടെ ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിരുന്ന ആളൊന്നുമല്ല. അദ്ദേഹം ഒരു പുതിയ കരിയർ എന്ന നിലയ്ക്ക് ഇതിനെ കണ്ടയാളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആ കരിയറിൽ അദ്ദേഹത്തിന് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു മാറ്റം വേണം എന്ന് തോന്നി. ആളുകളൊക്കെ ചാനലൊക്കെ മാറുന്നത് പോലെ ഒരു മാറ്റം അദ്ദേഹം പാർട്ടിയുടെ കാര്യത്തിൽ നടത്തി എന്നേ പറയാനുള്ളൂ. അത് ഇങ്ങനെ ദീർഘമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ശരിക്കും സന്ദേഹം. എന്താ വെച്ചാൽ റെജി ലൂക്കോസ് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല രസമുള്ളൊരു ഓർമ്മയുണ്ട്. അതായത് റെജി ലൂക്കോസിനാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ ചർച്ച കണ്ട് അദ്ദേഹം അത് സമ്മതിക്കും. അതായത് ഞാൻ മീഡിയ വണ്ണിൽ ഉള്ള സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും നമ്മൾ രാത്രി ചർച്ച നടത്തുന്ന ആളാണല്ലോ. അപ്പോൾ ഒരു ദിവസം 2 പേര് എന്നെ കാണാൻ വന്നു, മീഡിയ വണ്ണിൻ്റെ ഓഫീസിൽ. അപ്പോൾ വന്നിട്ട് 2 പേരും സ്വയം പരിചയപ്പെടുത്തി. ഒന്ന് റെജി ലൂക്കോസാണ്, ഞാൻ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞു, ഇന്നയാളാണ്. മറ്റൊരാൾ കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവാണ്, ഖദറിട്ട ഒരു യുവ നേതാവാണ്. അപ്പോൾ 2 പേരും അന്ന് എനിക്ക് വലിയ പരിചിതരല്ല, അന്ന് പൊതുസമൂഹത്തിനും പരിചിതരല്ല. കാരണം ചർച്ചയിലേക്ക് വന്നില്ല. അവരുടെ ആവശ്യം തന്നെയും 2 പേരുടെ ആവശ്യം ചർച്ചയിൽ ഗസ്റ്റായിട്ട് വിളിക്കണം എന്ന്. അപ്പോൾ എനിക്കത് ആദ്യത്തെ അനുഭവമായിരുന്നു. 2 ആളുകൾ, ഒരാൾ കോൺഗ്രസ്സുകാരൻ, ഒരാൾ CPM-ൻ്റെ ചർച്ചയ്ക്ക്, 2 പേരും കൂടി ഒന്നിച്ച് വരികയാണ് ഞങ്ങളുടെ ഓഫീസിലേക്ക്. ഇത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും, ഉറപ്പായിട്ടും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഓഫീസിലേക്ക് വന്നിട്ട് എന്നോട് പറയണം, ഞാനും വന്ന് നമ്മുടെ ഗോപികൃഷ്ണനാണ്, 2 പേരാണല്ലോ ചർച്ച നടന്നത്. അപ്പോൾ 2 പേരെയും കണ്ടിട്ട് ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിക്കണം. അപ്പോൾ ഞാനപ്പോൾ അത്ഭുതത്തോടെ ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് വന്നത്. അതായത് കോഴിക്കോട്ടിരിക്കുന്ന സ്റ്റുഡിയോ ഞങ്ങളുടെ ഓഫീസിലേക്ക്, മീഡിയ വണ്ണിൻ്റെ ഓഫീസിലേക്ക് തെക്ക് നിന്ന് വണ്ടി കയറിയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഈ ആവശ്യത്തിന് മാത്രമായിട്ട് വന്നതാണോ? ഈ ആവശ്യത്തിന് മാത്രമായിട്ട് വന്നതാണ് എന്ന് വെച്ചാൽ അദ്ദേഹം വിദേശത്തൊക്കെ ആയിരുന്നു തോന്നുന്നു. വിദേശ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കേരളത്തിലെ പൊതു ചർച്ചകളിലേക്കും രാഷ്ട്രീയത്തിലേക്കും സാമൂഹ്യ പരിപാടിയിലേക്കും പ്രവേശിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടെ വന്ന കോൺഗ്രസ് നേതാവ്, അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ടതില്ലോ എന്നുകൊണ്ട് ഞാൻ പറയാത്ത, കാരണം ആ കോൺഗ്രസ് നേതാവ് വളരെ നല്ല നേതാവാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ഗ്രൗണ്ടിൽ പണിയെടുത്തിട്ട് അദ്ദേഹം വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം പിന്നീട് വളരെ മികച്ചൊരു നേതാവായിട്ട് മാറി. ടെലിവിഷൻ ചർച്ചകളിലൊക്കെ നന്നായിട്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്നൊരു നേതാവായിട്ട് മാറി. എനിക്ക് ഓരോ തവണയും അദ്ദേഹത്തെ കാണുമ്പോൾ നന്നായിട്ട് അദ്ദേഹം ഇങ്ങനെ കയറി വന്നല്ലോ എന്ന് തോന്നലുണ്ടാകുന്ന വിധത്തിൽ നല്ലൊരു നേതാവായിട്ട് വന്നയാളാണ് കോൺഗ്രസ് നേതാവ്. പക്ഷേ ഒരു ഇടതുപക്ഷക്കാരൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ടെലിവിഷൻ ചർച്ച കരിയറിലേക്ക് പ്രവേശിക്കാനായിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് ചാനലിലേക്ക് വരികയും അവതാരകരോട് നേരിട്ട് നിന്നിട്ട് എന്നെ ഗസ്റ്റായിട്ട് വിളിക്കണം, അതിന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ഒരേ ആവശ്യമുള്ളതുകൊണ്ട് ഒന്നിച്ച് വന്നതാണ്. എൻ്റെ സുഹൃത്താണ് ഇദ്ദേഹം, ഞങ്ങൾ 2 പേരും സുഹൃത്തുക്കളാണെന്ന് പറയുന്നത് അസാധാരണമായൊരു കാര്യമായിട്ട് അന്ന് തോന്നിയതുകൊണ്ട്, ഇന്നാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് അസാധാരണമായിട്ട് വിചാരിക്കില്ല, അസാധാരണമായിട്ട് തോന്നിയതുകൊണ്ട് എനിക്കിപ്പോഴും വളരെ നല്ല ഓർമ്മയുണ്ട്. ഇവർ വന്ന് പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട്. അവിടുത്തെ നമ്മുടെ മറ്റ് എഡിറ്റർമാരും കാര്യമൊക്കെ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഇതിൻ്റെ സാക്ഷികളാണ്. ഇപ്പോൾ അദ്ദേഹം നിഷേധിക്കുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കരിയറായിട്ട് ഇതിലേക്ക് വന്ന ഒരാളാണ് സത്യത്തിൽ റെജി ലൂക്കോസ്.
പിന്നെ റെജി ലൂക്കോസ് ഇപ്പം CPM അങ്ങ് തള്ളിക്കളയുന്നു. അത് CPM-ൻ്റെ അതത്ര CPM-നെ അങ്ങ് അഭിനന്ദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ CPM-ന് എങ്ങനെയാണ് നമ്മൾ രാത്രി ചർച്ച നടന്ന ഗസ്റ്റുകൾ കിട്ടുന്നത്? CPM-ന് നമ്മൾ ഇവിടെ നമുക്ക് ചർച്ച നടന്നില്ലല്ലോ. ചർച്ച നടത്തിയ അവസാന സ്ഥലം വരെയും AK സെൻറ്ററിലേക്ക് ഒരാളെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അവരെ നമ്മൾ വിളിക്കും, ഇന്നാണ് വിഷയം, നമുക്കൊരാളെ തരണം, ഗസ്റ്റ് എന്ന് പറയണം, അവരെ നിശ്ചയിച്ച് തരും. ഇപ്പോൾ കോൺഗ്രസിനും BJP-ക്കും ഒക്കെ അങ്ങനെയുള്ള ആളുകളാണ്. നിരന്തരമായിട്ട് നമ്മുടെ ചാനലുകളിൽ ഗസ്റ്റുകളെ നിശ്ചയിക്കാനുള്ള ഒരു ഗസ്റ്റ് കോർഡിനേറ്റർ ഉള്ളതുപോലെ പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ളൊരു ഗസ്റ്റ് കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ അവരാണ് തരിക. AK സെൻറ്ററിൽ നിന്ന് തരുന്ന ലിസ്റ്റിലുള്ള ആളല്ല ഈ റെജി ലൂക്കോസ്. AKG സെൻറ്റർ ചർച്ചയിൽ പങ്കെടുക്കാത്ത പാർട്ടിക്കാർ വരാത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന നിരീക്ഷകരാണ് ഇവർ. ഞാനധികം ചർച്ചയ്ക്ക് ഇദ്ദേഹത്തെ ഇരുത്തിയിട്ടില്ല. എനിക്കതിൻ്റെ പ്രത്യേകിച്ചും അവിടെയൊക്കെ മീഡിയ വണ്ണിലെ കുറച്ചുകൂടി ഗൗരവമുള്ള ആളുകളെ ചർച്ചയ്ക്ക് ഇരുത്തണം എന്നുള്ളൊരു പോളിസി അവർക്കുള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ ഒരിക്കലും വിളിച്ചിരുത്തിയായിട്ട് ഇല്ലാതെ എൻ്റെ ഓർമ്മ. ഇനി 1-2 തവണ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ചിലപ്പോൾ 1-2 ചർച്ചകൾ വിളിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇദ്ദേഹം വന്നിട്ടാണ്, അങ്ങനെയാണ് സ്വയം ചാടി ഇറങ്ങിയിട്ടാണ് ഇടതുപക്ഷക്കാരനായത്. എൻ്റെ സംശയം എന്ന് വെച്ചാൽ എന്തൊരു അത്ഭുതകരമായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇതിപ്പോൾ CPM-ൻ്റെ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവോ അല്ല മാറിയത്. എന്നാലും അത്ഭുതകരമായിട്ട് നോക്കുന്നത് വെച്ചാൽ ഇന്നലെ രാത്രി വരെ എടുത്ത രാഷ്ട്രീയ നിലപാടുന്ന ഒരാൾ ഇന്ന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗത്തേക്ക് മാറണമെങ്കിൽ അതെന്തൊരു അത്ഭുതകരമായിരിക്കണം. എന്തോ മാജിക്കലായിട്ടുള്ള കാര്യം സംഭവിക്കണ്ടേ? ഒന്ന്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രമാത്രം വലിയ ഒരു ടേൺ ഉണ്ടാകണം രാഷ്ട്രീയ നിലപാടിൽ. ഇന്നലെ വരെ BJP-യെ വല്ലാത്ത തോതിൽ എതിർത്തുകൊണ്ടിരുന്ന ഒരാൾ ഇന്ന് പെട്ടെന്ന് BJP-കാരനാകുമെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയമായ ടേൺ ആളുകൾക്ക് സംഭവിക്കാം. ഇപ്പം നമ്മൾ മുൻ മന്ത്രിമാരടക്കമുള്ള ആളുകൾ, മുൻ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ കോൺഗ്രസ് പോയിട്ട്, പക്ഷേ കുറച്ചൊരു ബഫർ പീരീഡ് ഉണ്ടാവും. ഒരല്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു കാരണമോ എന്തെങ്കിലും ഉണ്ടാക്കുകയെങ്കിലും ചെയ്യും. ഇത് ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്ത് മാറുക. അങ്ങനെ എന്താ പറ്റുക? അപ്പോൾ ഒന്നുകിൽ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ അത്രമാത്രം വലിയ ടേൺ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തോ ഭൗതികമായിട്ടുള്ള വലിയ നേട്ടം ഉണ്ടാവണം, അല്ലേ? അല്ലാതെ പെട്ടെന്ന് ഒരാളൊരു സുപ്രഭാതത്തിൽ അങ്ങനെ ചക്ക് എന്ന് പറഞ്ഞ് മാറുമോ? ഇന്നലെ ഉണ്ടായത് അത് അസാധാരണമായൊരു രാഷ്ട്രീയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. CPM-നെ കുഴപ്പം പറയേണ്ട 1-2 കാര്യം. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പക്ഷേ എന്നാൽ പിന്നെ അത് ഞാനത് തിരുത്തരും ഒറ്റ മിനിറ്റേ ഉള്ളൂ. അതായത് ഒറ്റ കാര്യം, അതായത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ടോം വടക്കനെ ഓർമ്മയുണ്ടോ? അതായത് സത്യത്തിൽ BJP ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കോൺഗ്രസിനെയും CPM-നെയും സംരക്ഷിക്കുക ചെയ്യുന്നത്. കാരണം ഇതിനകത്തിരുന്നിട്ട് പിന്നെ വെറുതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ടോം വടക്കൻ എന്ന് വെച്ചാൽ ചർച്ചയിൽ കോൺഗ്രസ്സുകാരനെ ചിരിക്കുന്ന കാര്യങ്ങൾ അവരെ അങ്ങ് ഫീൽഡ് ഔട്ടായി കളഞ്ഞു. BJP-യിലേക്ക് എടുക്കുക, ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടോം വടക്കൻ എവിടെയും കാണാറുണ്ടോ? ഇല്ല, ഒരിക്കലും കാണാറില്ല. അവർ റെജി ലൂക്കോസ് ഇനി കാണില്ല, എടുക്കുന്നു, ഫീൽഡ് ഔട്ട് ആക്കുന്നു. അതുകൊണ്ട് BJP-കാരൊന്നും മിണ്ടുന്നില്ല. അല്ല, ഇതിനകത്ത് വേറൊന്നുമല്ല. ഈ റെജി ലൂക്കോസ് കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞാനിതാ CPIM-ൻ്റെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ജില്ലാ സമ്മേളന പ്രതിനിധിയായി തിരഞ്ഞെടുത്തതിൽ വലിയ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാറുണ്ട്. അതുപോലെ CPM-ൻ്റെ ഓരോ വേദികളിൽ ചെല്ലുമ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിൽക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം കാണ്ടം എഴുതാറുണ്ട്. വേറെ ഏതെങ്കിലും ഒരു CPIM നേതാവോ പ്രവർത്തകനോ ഒന്നും ഇതിങ്ങനെ എഴുതി പ്രദർശിപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അന്ന് തന്നെ പാർട്ടി അതിനെ നിഷേധിക്കണം, വിലക്കണമായിരുന്നു. ഇതത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം, കോട്ടയത്തെ നേതാക്കന്മാരെല്ലാം കൂടെ വട്ടം കൂടി എന്ന് പറയുന്നുണ്ട് ഇവൻ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് ഇപ്പോൾ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ അന്നേ പറയണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കറക്റ്റ്, അതാണ്. പാർട്ടിയുടെ ലേബലിൽ ചാനൽ ചർച്ചകളിലെത്തുന്ന സഹയാത്രികരെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത പാർട്ടി അണികളിൽ തന്നെ സജീവ ചർച്ചയിൽ ഉണ്ടായിരുന്ന വിഷയമാണ്. ഇത് ഈ പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും. പാർട്ടിയെ പ്രതിരോധിക്കാനെത്തി പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നവരാണ് ഇത്തരക്കാർ എന്ന അഭിപ്രായം പല പാർട്ടികൾക്കുമുണ്ട്. പാർട്ടിയുടെ നയമോ പരിപാടിയോ അറിയാതെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയും എന്നതാണ് സഹയാത്രിക ലേബലിലുള്ളവരുടെ സവിശേഷത. ഇത് ഏറ്റവും കൂടുതലുള്ളത് CPM-നാണ് എന്നാണ് CPM പ്രവർത്തകർ വിചാരിക്കുന്നത്. 24 മണിക്കൂർ മുമ്പ് വരെ CPIM-ന് വേണ്ടി ബാധിച്ച് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ BJP പാളയത്തിൽ ചേക്കേറാൻ കഴിയുന്ന പ്രത്യയശാസ്ത്ര അടിത്തറയാണ് ഇവരുടേത് എന്നതാണ് പ്രത്യേകത. പാർട്ടി നേതാക്കളെ ചർച്ചയ്ക്ക് കിട്ടാതെ വരുമ്പോൾ നുഴഞ്ഞു കയറുന്ന ഇത്തരം സഹയാത്രികരെ പൊക്കിപ്പിടിച്ച് നടക്കാതിരിക്കാൻ ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും അണികളും ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആർഡെക്സ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.